Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 39th lecture of Management Concepts and Thought. In this lecture, we are discussing about the importance of controlling process. The following are some factors contributing to the importance of controlling. First one, decentralization of authority. Since managers at every level of an organization have to exercise control, the controlling process leads to decentralization. This in turn enables middle and lower level managers to have some autonomy in making decisions. An organization that distributes authority at every level always works smoothly and efficiently. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് പറയുന്നത് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി. ഡീസെൻട്രലൈസേഷൻ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോവർ ലെവലിലും കൂടി അതോറിറ്റി പാസ് ചെയ്യുന്നതാണ്, ഡിസിഷൻ എടുക്കാനുള്ള ഒരു അതോറിറ്റി ലോവർ ലെവലിലേക്ക് കൂടി പാസ് ചെയ്യുന്നതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവൽസിലുള്ള മാനേജേഴ്സും എക്സസൈസ് ചെയ്യുന്ന ഫങ്ഷനാണ് കൺട്രോളിങ്. അതുകൊണ്ട് തന്നെ അത് ഡീസെൻട്രലൈസേഷനിലേക്ക് നയിക്കും. ഡീസെൻട്രലൈസേഷൻ ആയതുകൊണ്ട് തന്നെ മിഡിൽ ആൻഡ് ലോവർ ലെവൽ മാനേജേഴ്സിന് ഫ്രീ ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഓട്ടോണമി മിഡിൽ ആൻഡ് ലോവർ ലെവൽ മാനേജേഴ്സിന് ലഭിക്കും. ഓർഗനൈസേഷനിലെ എല്ലാ ലെവൽസിലും അങ്ങനെ ഒരു അതോറിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് സ്മൂത്തായിട്ടും എഫിഷ്യൻ്റായിട്ടും വർക്ക് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ കൺട്രോളിങ്ങിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷനാണ്. നെക്സ്റ്റ് വൺ, increasing managerial abilities. By enabling all managers to possess the autonomy to make decisions, controlling enhances their managerial abilities. With these skills, managers can further their organizational goals by adapting to diverse situations and problems. Furthermore, this also helps managers grow and develop at an individual level by giving them new experiences. എല്ലാ മാനേജേഴ്സിനും ഡിസിഷൻ എടുക്കാനുള്ളൊരു ഓട്ടോണമി നൽകുന്നത് വഴി അവരുടെ മാനേജീരിയൽ എബിലിറ്റിയെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കുന്നു. മാനേജേഴ്സിന് അവരുടെ സ്കിൽസ് എന്തൊക്കെയാണെന്ന് ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ആ സിറ്റുവേഷൻ അനുസരിച്ച് പ്രയോജനകരമാക്കാനും അതുവഴി മാനേജേഴ്സിനെ ഗ്രോ ചെയ്യാനും അവരുടെ ഇൻഡിവിജ്വൽ ലെവലിനെ ഡെവലപ്പ് ചെയ്യാനും പുതിയ എക്സ്പീരിയൻസ് കിട്ടാനും ഒക്കെ അത് കാരണമാകുന്നു. അങ്ങനെ ഇൻക്രീസിങ് മാനേജീരിയൽ എബിലിറ്റി ഓരോ ലെവലിലുള്ള മാനേജേഴ്സിനും ലഭിക്കും. നെക്സ്റ്റ് വൺ, യൂസിങ് റിസോഴ്സസ് ഇഫക്റ്റീവ്ലി. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് കൺട്രോളിംഗ് ഈസ് ടു കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ്. ദിസ് ഇൻ ടേൺ ഹെൽപ്സ് മാനേജേഴ്സ് understand where they are lacking and how they can improve their performances. Using this knowledge, managers can use all available resources optimally and prevent their wastage. കൺട്രോളിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിസൾട്ടുമായിട്ട് നമുക്കുണ്ടായ ആക്ച്വൽ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുന്നതാണ്. അതുവഴി ഒരു മാനേജേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത്, എന്താണ് അവർക്ക് ഇനി അവരുടെ പെർഫോമൻസിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. ആ നോളജ് ഉപയോഗിച്ചുകൊണ്ട് മാനേജേഴ്സിന് അവരുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും വേസ്റ്റേജിനെ തടയാനും കാരണമാകുന്നു. നെക്സ്റ്റ് പറഞ്ഞത് ഇഫക്റ്റീവായിട്ട് റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുക. ഫോർത്ത് വൺ, ഫെസിലിറ്റേറ്റിംഗ് കോർഡിനേഷൻ. ഇൻ എവറി ബിസിനസ് ഓർഗനൈസേഷൻ മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഓൾവേസ് ഹാവ് to coordinate and work with each other collectively. Controlling improves this coordination by basically demarcating all activities and efforts into fixed boundaries. It brings together all the resources of an organization and enables its personnel to work together with unified efforts. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലെയും മാനേജേഴ്സും എംപ്ലോയീസും എല്ലായ്പ്പോഴും പരസ്പരം ഏകോപിപ്പിക്കുകയും പ്രവർത്തിക്കുകയും വേണം. കൺട്രോൾ ചെയ്യേണ്ടത് ബേസിക്കലി എല്ലാ പ്രവർത്തനങ്ങളെയും ശ്രമങ്ങളെയും നിശ്ചിത അതിർത്തികളായി വേർതിരിച്ചുകൊണ്ട് വേണം. ഇത്
ഓർഗനൈസേഷനിലെ എല്ലാ റിസോഴ്സസിനെയും ഒരുമിച്ച് കൊണ്ടുവരികയും അതുപോലെ വർക്ക് ചെയ്യുന്നതും എല്ലാവരും ഒരുമയോടെ കോർഡിനേഷനിലൂടെ വർക്ക് ചെയ്യാനും അവരെ പ്രാപ്തരാക്കും. നെക്സ്റ്റ് വൺ, സ്ട്രക്ചറിങ് ഹ്യൂമൻ ബിഹേവിയർ. Since all organizations have to depend on humans for functioning, they need to regulate human behavior of their employees. Controlling rationalizes this human behavior and prevents employees from behaving arbitrarily and badly. It basically does so by providing for sanctions in case employees do not prescribe to expected standard of behavior. For example, managers often take disciplinary action against employees who take unauthorized leaves. ഹ്യൂമൻ ബിഹേവിയറൽ സ്ട്രക്ചർ കൊണ്ടുവരുന്നതിന് കൺട്രോളിനൊരു നല്ല പങ്ക് തന്നെയുണ്ട്. എല്ലാ ഓർഗനൈസേഷനും ഫങ്ഷൻ ചെയ്യുന്നത് ഹ്യൂമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എംപ്ലോയീസിൻ്റെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ എംപ്ലോയീസും ഒരേപോലെ ബിഹേവ് ചെയ്യുന്നവരായിരിക്കില്ല. പക്ഷേ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഓർഗനൈസേഷന് തീരുമാനിക്കാം. എംപ്ലോയീസ് മോശമായിട്ട് ഒരു ഓർഗനൈസേഷനിൽ ബിഹേവ് ചെയ്യുന്നത് തടയാൻ ഓർഗനൈസേഷനിൽ കൺട്രോളിങ് കൊണ്ടുവരുന്നതിലൂടെ സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, മാനേജേഴ്സ് അവരുടെ എംപ്ലോയീസിന് മേൽ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാം. അവർക്ക് അനുവദിച്ചിരിക്കുന്ന ലീവിനേക്കാളും കൂടുതൽ ലീവ് എടുക്കുകയാണ് എങ്കിൽ അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നത് ഒരു കൺട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ലാസ്റ്റ് വൺ, അച്ചീവിങ് എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്. എ ഗുഡ് കൺട്രോൾ സിസ്റ്റം ക്യാൻ ഓൾവേസ് ഗ്രേറ്റ്ലി ബൂസ്റ്റ് ആൻ ഓർഗനൈസേഷൻസ് എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്. ഇറ്റ് ജനറലി ഡസ് ദിസ് by identifying deficiencies in an organization's functioning and suggesting improvement measures. Managers use control to achieve their targets in this manner. ഒരു ഓർഗനൈസേഷനിൽ ഒരു ഗുഡ് കൺട്രോൾ സിസ്റ്റം ഉണ്ട് എങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയെയും എഫക്റ്റീവ്നെസ്സിനെയും ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓർഗനൈസേഷൻ്റെ ഡെഫിഷ്യൻസീസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള സജസ്റ്റിംഗ് മെഷേഴ്സ് എടുക്കാനും കൺട്രോളിംഗ് സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ട്. അതുപോലെ മാനേജേഴ്സ് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ടാർഗറ്റ്സിനെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിംഗ്. Okay, this is all for today's session. Thank you for listening.